NG Online പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സെമസ്റ്റർ 1 BA ഇംഗ്ലീഷിന്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്നറിയപ്പെടുന്ന ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെമസ്റ്റർ 1 മൊഡ്യൂൾ 1 ചാപ്റ്റർ 1 ഫ്രം ദ റോമൻസ് ടു ദ നോർമൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ബ്രിട്ടൻ എന്ന് പറയുന്ന ആ ഒരു നേഷനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന്, ബ്രിട്ടൻ ആയിട്ടില്ല അതിനു മുമ്പ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിനെ ആരൊക്കെ വിവിധ ടൈം പീരീഡിൽ ആരൊക്കെ കോൺകർ ചെയ്തിട്ടുണ്ട് എന്നുള്ള പോർഷനാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നോക്കിയത്. ആൻഡ് ഈ ഒരു പോർഷനിൽ നമ്മൾ അതിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകണം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ടൊരു കോൺകറിങ് അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് ഒരു അധിനിവേശം നടക്കുന്നത് ഈസ് അറൌണ്ട് BC 300. ബിഫോർ ക്രൈസ്റ്റ് 300ലാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ബ്രിട്ടനിലേക്ക് അല്ലെങ്കിൽ ഒരു പുറത്തു നിന്ന് യൂറോപ്യൻ കോളനിയിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ പവർ ബ്രിട്ടനിലേക്ക് വന്ന് അവിടെ ഒരു കോളനി പോലെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അധിനിവേശം സ്ഥാപിക്കുന്നത്. ആൻഡ് ഇത് ആദ്യമായിട്ട് നടത്തിയത് ആരൊക്കെയാണ്? ദ ഐബീരിയൻസ് ആൻഡ് ദ കെൽസ്. ഐബീരിയ എന്ന് പറയുമ്പോൾ പ്രസന്റ് ഡേ സ്പെയിൻ ആണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്പെയിനിന്റെ പഴയ നെയിമാണ് ഐബീരിയ. ആൻഡ് ഐബീരിയയിലെ ആൾക്കാരാണ് ഐബീരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഐബീരിയൻസും അവരോടൊപ്പം തന്നെ കെൽസ് എന്ന് പറഞ്ഞാൽ കെൽറ്റിക് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കെൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവര് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്രിട്ടനിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ആൻഡ് ദിസ് ഹാപ്പൻഡ് അറൌണ്ട് BC 300. And they after settling in Britain, they conquered the south of the islands and they were called as Britons. അല്ലെങ്കിൽ they called themselves as Britons. അവരെ വിശേഷിപ്പിച്ചത് എന്തെന്നാണ്? ബ്രിട്ടോൺസ് എന്ന പേരിലാണ്. ആൻഡ് ബ്രിട്ടോൺസിന്റെ നാട് എന്തായിട്ട് മാറി? ബ്രിട്ടൻ ആയിട്ട് മാറി. സോ ഇങ്ങനെയാണ് ആ ബ്രിട്ടൻ എന്ന പേര് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന് വരുന്നത്. സോ BC 300ലാണ് ആദ്യമായിട്ടൊരു കോൺകറിങ്, ഒരു സിഗ്നിഫിക്കന്റ് രീതിയിൽ നോക്കുമ്പോൾ BC 300ലാണ് ഒരു കോൺകറിങ് നടക്കുന്നത്. ആദ്യമായിട്ട് കടന്നു വന്ന ഐബീരിയൻസ് ആൻഡ് കെൽസ് ആണ്. ഐബീരിയൻസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഡേ സ്പെയിൻ ആണ്, പഴയ നെയിം ഐബീരിയ എന്നതായതുകൊണ്ട് തന്നെ ഐബീരിയയിലെ ആൾക്കാർ ഐബീരിയൻസ്. ആൻഡ് അവരോടൊപ്പം തന്നെ കെൽറ്റിക് ലാംഗ്വേജ് സംസാരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവരെയാണ് നമ്മൾ കെൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുമാണ് എന്ത് ചെയ്യുന്നത്, ഐബീരിയൻസും കെൽസുമാണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിലേക്ക് കടന്നു വരുന്നത്. അവർ അതിന്റെ സൗത്ത് പാർട്ട് കോൺകർ ചെയ്തു, അല്ലെങ്കിൽ സൗത്ത് പാർട്ടിൽ സെറ്റിലായി. ആൻഡ് ദേ വർ കോൾഡ് ആസ് ദ ബ്രിട്ടോൺസ്. അവരെ ബ്രിട്ടോൺസ് എന്നാണ് വിളിച്ചിരുന്നത്. ആൻഡ് ബ്രിട്ടോൺസിന്റെ നാട് ബ്രിട്ടൻ എന്നായിട്ട് മാറി. സോ ഇങ്ങനെയാണ് ആ ഒരു പേര് വന്നത്. സോ ഇത്രയേ ഉള്ളൂ. അത് ആ ഒരു ഐബീരിയൻസ് ആൻഡ് കെൽസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവേഷൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് സിഗ്നിഫിക്കന്റ് അല്ല. ജസ്റ്റ് ആ ഒരു നെയിം എങ്ങനെ വന്നു എന്നുള്ള കാര്യം മാത്രം അതിനകത്ത് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആൻഡ് അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, വിച്ച് ഈസ് റോമൻ ബ്രിട്ടൻ. സോ റോമൻ ബ്രിട്ടൻ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്നത് ഫ്രം 55 BC to 410 AD ആണ്. സോ അത്രയും വലിയൊരു കാലഘട്ടമാണ് എന്തായിട്ട് കണക്കാക്കുന്നത്, നമ്മുടെ ആ ഒരു റോമൻ ബ്രിട്ടൻ ആയിട്ട് കണക്കാക്കുന്നത്. സോ in 55 and 54 BC, Claudius Julius Caesar led two not very successful expeditions to Britain. Though it was not politically successful, the invasion helped open trade between Europe and Britain and initiated contact with the European civilizations. In AD 43, the Roman occupation of Britain took place under the aids of Emperor Claudius. Beyond the rural Celtic village structure, the Romans built towns and constructed roads to facilitate trade by movement of goods and people. The Roman artisans and traders arriving in Britain spread the stories of Roman pagan deities and Jesus Christ, leading to the arrival of Christianity in Britain. In AD 410, the Romans withdrew their troops from Britain, and this weakened direct links between Rome and Britain. With the Romans gone, the Britons became easy prey to the attacks of the Picts of North and the Scots from West. They appealed to the Jews for help, and this led to the Anglo-Saxon conquest. സോ ഇത്രയുമാണ് നമ്മുടെ ആ ഒരു റോമൻ ബ്രിട്ടനിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ആൻഡ് ഇതിന്റെ കൂടെ ആ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ, അത് നമ്മൾ സെപ്പറേറ്റ് ഒരു സെക്ഷൻ ആയിട്ടാണ് പറയാൻ പോണത്. സോ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ എക്സാമിന് റോമൻ ബ്രിട്ടനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എഴുതാനായിട്ടുള്ളത്. സോ നമുക്കൊന്നുകൂടെ നോക്കാം. സോ എപ്പോഴാണ് കടന്നു വരുന്നത്? ഇൻ 55 and 54 BC, Claudius Julius Caesar led two not very successful expeditions to Britain. ജൂലിയസ് സീസർ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോ റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് ആരായിരിക്കും? നമ്മുടെ ജൂലിയസ് സീസർ ആയിരിക്കും. അത് റോമിന്റെ പവർ കൊണ്ടല്ല, ഷേക്സ്പിയറിന്റെ കഴിവുകൊണ്ടാണ്. ഷേക്സ്പിയറും ജൂലിയസ് സീസർ എന്ന് പറയുന്ന ആ ഒരു പ്ലേ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു പോപ്പുലാരിറ്റി കാരണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക്
കൂടുതലായിട്ടും ജൂലിയസ് സീസറിനെ ഓർമ്മ ആസ് എ റോമൻ എംപറർ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതലായിട്ടും ഓർക്കുന്നതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? നമ്മുടെ ഷേക്സ്പിയർ ആണ്. സോ അതൊക്കെ പോട്ടെ. ഇൻ 55 ആൻഡ് 54 BC, ബിഫോർ ക്രൈസ്റ്റ് 54ലും 55ലും എന്ത് ചെയ്യുന്നു? 2 തവണ ജൂലിയസ് സീസറിന്റെ നേതൃത്വത്തിലുള്ള റോമൻ സംഘം എന്ത് ചെയ്യുന്നു? ആ ഒരു ബ്രിട്ടനെ കീഴടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് സാധിക്കുന്നില്ല. കാരണം നമ്മൾ ഒരിക്കലും റോമിന്റെ ഒരു ശക്തി കുറവോ അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഒരു ശക്തിയോ കൊണ്ടല്ല ഇത് നടക്കാതെ പോകുന്നത്. റോമിന്റെ അകത്തെ ഇന്റേണലി പൊളിറ്റിക്കലി ഒക്കെ ഉള്ള കുറച്ച് സർക്കംസ്റ്റാൻസസ് കാരണമായിരുന്നു എന്ത് ചെയ്യുന്നത്. അത് മാത്രമല്ല, റോമിന് ആ ഒരു ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഒരു ഐലൻഡ്സിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽറ്റി ഒക്കെയാണ്. നമ്മൾ പറഞ്ഞു, നോർത്ത് സീയും സൗത്ത് ഭാഗത്ത് ഇംഗ്ലീഷ് ചാനലും വെച്ച് ആ ഒരു മെയിൻ ലാൻഡിൽ നിന്നും വളരെയധികം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ബ്രിട്ടൻ എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ട് തന്നെ ഈ ഒരു കടലിടുക്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? നമ്മുടെ റോമൻസിന് ബ്രിട്ടനിലേക്ക് എത്തിപ്പെടുക അല്ലെങ്കിൽ ആ ഒരു ട്രൂപ്സിനെ കറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. ആൻഡ് മാത്രമല്ല, നമുക്ക് റോം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ഏകദേശം ഒരു പാർഷ്യലി ഡെമോക്രാറ്റിക് എന്നൊക്കെ പറയാം. ഡെമോക്രാറ്റിക് അല്ല, എന്നാലും അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷനിങ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉള്ള ഒരു നേഷൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു എംപറേഴ്സിന് ഒരു തീരുമാനം എടുക്കുമ്പോൾ സെനറ്റിൽ എന്തുണ്ടാവും? അതിന് ഒപ്പോസിഷൻസ് ഒക്കെ വരാം. സോ അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻസും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാരണം ജൂലിയസ് സീസറിനെ പിന്നെ നമുക്കറിയാം ഒരുപാട് സ്ഥലം കോൺകർ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ആ ഒരു സെനറ്റിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഗ്രോയിങ് പവറിനെതിരെ സെനറ്റിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് നമുക്ക് ആ ഒരു ജൂലിയസ് സീസർ പ്ലേയിനകത്തും ഒക്കെ കാണുന്നതാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യാൻ സാധിക്കാതെ പോയത്? ജൂലിയസ് സീസറിന്റെ നേതൃത്വത്തിലുള്ള റോമൻ സംഘത്തിന് ബ്രിട്ടനെ അന്ന് കീഴടക്കാൻ സാധിക്കാതെ പോയത്. അത് ബ്രിട്ടന്റെ കഴിവ് കൊണ്ടോ റോമിന്റെ കഴിവുകേട് കൊണ്ടോ അല്ല. വേണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? അതിനെ കീഴടക്കാമായിരുന്നു. പക്ഷെ ഒരു കൂട്ടം ആദിവാസികൾ പോലത്തെ ആൾക്കാർ മാത്രം താമസിക്കുന്ന കടലിന്റെ എവിടെയോ ഉള്ള ഒരു കൂട്ടം ചെറിയ ഐലൻഡ്സിനെ കീഴടക്കിയത് കൊണ്ട് റോമിന് വലിയ നേട്ടം അന്ന് നേടാനില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു കോൺകറിങ് അത്ര വലിയ സിഗ്നിഫിക്കന്റ് ആവാതെ പോയത്. പക്ഷേ ഇതൊരു പൊളിറ്റിക്കലി ഒരു ഡിഫീറ്റ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കലി സക്സസ്ഫുൾ ആയിരുന്നില്ല എങ്കിൽ കൂടി എന്ത് ചെയ്യാനായിട്ട് സാധിച്ചു? ഈ ഒരു റോമിന്റെ കടന്നു വരവ് ബ്രിട്ടൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിലെ ഐലൻഡേഴ്സിന് അല്ലെങ്കിൽ ബ്രിട്ടോൺസിന് എന്ത് ചെയ്യാൻ? യൂറോപ്യൻ സിവിലൈസേഷനുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് യൂറോപ്യൻ കോണ്ടിനെന്റിലെ സിവിലൈസേഷനുമായിട്ട് അവിടുത്തെ കാര്യങ്ങളുമായിട്ട് അവിടുത്തെ സൊസൈറ്റിയുമായിട്ട് അവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ ഒരു കോണ്ടാക്ട് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായി അല്ലെങ്കിൽ ഒരു ഒരു സഹായമായി മാറിയത് എന്താണ്? ഈ ഒരു റോമിന്റെ ഈ ഒരു ജൂലിയസ് സീസറിന്റെ നേതൃത്വത്തിലുള്ള റോമൻ സംഘത്തിന്റെ കടന്നുവരവാണ്. ആൻഡ് സോ അതാണ് പറയുന്നത്. ഇൻ 55 ആൻഡ് 54 BC, Julius Caesar led two not very successful expeditions to Britain. Though it was not politically successful, the invasion helped open trade between Europe and Britain and initiated contact with European civilizations. ആൻഡ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇൻ AD 43 the Roman occupation of Britain took place under the aids of Emperor Claudius. മുമ്പത്തെ എക്സ്പെഡിഷൻസ് അല്ലെങ്കിൽ ജൂലിയസ് സീസറിന്റെ നേതൃത്വത്തിലുള്ള എക്സ്പെഡിഷൻസ് ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിരുന്നില്ല എങ്കിൽ കൂടി പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു റോമൻ കോൺകറിങ് അല്ലെങ്കിൽ ഒരു റോമൻ ബ്രിട്ടൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇൻ 43 AD ആണ് ബൈ ദ എയ്ഡ്സ് ഓഫ് എംപറർ ക്ലോഡിയസ്. ആൻഡ് ഏതൊരു നേഷനെയും കോളനൈസ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും യഥാർത്ഥത്തിൽ നേട്ടങ്ങളും ഉണ്ടാകാറുണ്ട്, നഷ്ടങ്ങളും ഉണ്ടാകാറുണ്ട്. നഷ്ടം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ട്രൂപ്സിനെ ഒക്കെ അയക്കണം, അതുപോലെ മെയിൻ്റെനൻസ് നോക്കണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് നഷ്ടങ്ങളായിട്ട് വരുന്നത്. ഇവിടുത്തെ കോളനൈസ് ചെയ്യപ്പെടുന്ന രാജ്യത്താണെങ്കിൽ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസും അവിടുത്തെ കാര്യങ്ങളും ലേബേഴ്സും എല്ലാം പോകും. സോ ഇത്തരത്തിലുള്ള ഒരു ഡൗൺഫോൾ ഉണ്ടെങ്കിൽ കൂടി വലിയൊരു മെറിറ്റ് ഉണ്ട്. കാരണം രണ്ട് സ്ഥലത്തും ഒരുപോലെ ഡെവലപ്മെന്റ് ഉണ്ടാവും. കോൺകർ ചെയ്യുന്ന സ്ഥലത്ത് എന്തുണ്ടാവും? അവിടെ നിന്നുള്ള വെൽത്ത് കാരണം, കോളനീസിൽ നിന്നുള്ള വെൽത്ത് കാരണം ഉണ്ടാവുന്ന ഡെവലപ്മെന്റും കോൺകേർഡ് ആയിട്ടുള്ള സ്ഥലത്തിന് എന്ത് സംഭവിക്കും? ആ ഒരു അവരുടെ ആരാണോ കോൺകർ ചെയ്തിട്ടുള്ള അവർക്ക് വേണ്ടുന്നുള്ള ഫെസിലിറ്റീസ്, പുതിയ പുതിയ ഡെവലപ്മെന്റൽ ഫെസിലിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യ എന്താണ്? വെറും കുറെ സൂപ്പർ നാച്ചുറൽ പവേഴ്സിൽ വിശ്വസിക്കുന്ന, ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിക്കുന്ന, സൂപ്പർസ്റ്റിഷൻസിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. സോ അങ്ങനത്തെ ഒരു ഇന്ത്യയിലാണ് ബ്രിട്ടീഷുകാർ കടന്നു വന്ന് റെയിൽവേയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹ്യൂജ് മെഷീനറീസും ഫാക്ടറീസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വലിയൊരു രീതിയിലുള്ള ഇന്നത്തെ ഒരു ഇന്ത്യയുടെ ഒരു
എന്താണ് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ സഹായിച്ചത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റും, ബ്രിട്ടീഷുകാരാണെന്ന് പറയാൻ പറ്റും. സോ അതുപോലെ തന്നെയുള്ള ഒരു മാറ്റമാണ് എന്ത് ചെയ്യുന്നത്, റോമൻ ബ്രിട്ടനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ upon coming beyond the rural Celtic village structure, the Romans built towns and constructed roads to facilitate trade by movement of goods and people. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, റോമൻസ് എന്താണ്, അവർ വളരെയധികം അവരുടെ ആ ഒരു നമ്മൾ പറഞ്ഞു അവിടെ സെനറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പൊളിറ്റിക്കലിയും അല്ലെങ്കിൽ സൊസൈറ്റി, റോമൻ സൊസൈറ്റി എന്നാൽ കുറച്ചും കൂടി ഒരു എലവേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു കമ്പയർഡ് ടു അതർ നേഷൻസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ ഒരു ടൈമിലുള്ള ബാക്കി നേഷൻസിനെക്കാളും കുറച്ചും കൂടെ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു റോമിലെ ആ ടൈമിലേക്ക് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഡെവലപ്മെന്റൽ ചിന്താഗതിയും അവർക്കുണ്ടായിരുന്നു. അവരുടെ ആർമി എത്ര തന്നെ ശക്തമാണോ അതുപോലെ തന്നെയാണ് അവരുടെ ആ ഒരു ഡെവലപ്മെന്റൽ ചിന്താഗതിയും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു, അവർ വന്ന ഉടനെ തന്നെ അവിടെ എന്ത് ചെയ്തു, അവർ ഒരുപാട് ആ ഒരു ബ്രിട്ടനിൽ ആ ഒരു റോമൻസ് 43 AD ബ്രിട്ടനിലേക്ക് കടന്നു വരുന്ന സമയത്തും ബ്രിട്ടനിൽ എന്ത് തന്നെയാണ് ആ ഒരു കെൽറ്റിക് ആൾക്കാരുടെ അല്ലെങ്കിൽ ബ്രിട്ടോൺസിന്റെ ആ റൂറൽ വില്ലേജ് സ്ട്രക്ചർ മാത്രമായിരുന്നു. സോ ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്തു, ഒന്ന് എന്താണ് തുടച്ച് വൃത്തിയാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് കെട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള വികസന മുന്നേറ്റമാണ് എന്ത് ചെയ്യുന്നത്, റോമൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശത്തിലൂടെ അവിടെ സാധ്യമാകുന്നത്. They built many roads and constructed towns and facilitated the movement of people and trade. എന്ത് ചെയ്തു, അവരവിടെ ഒരുപാട് വന്ന ശേഷം ഒരുപാട് റോഡ്സും ഇന്റർ കണക്റ്റഡ് റോഡ്സ് വഴി ടൗൺസും ആൻഡ് ഇതൊക്കെ വഴി എന്ത് ചെയ്തു, അവരവിടെ ട്രേഡും അതുപോലെ തന്നെ ആ ഒരു ട്രാൻസ്പോർട്ടേഷനും അത്തരത്തിലുള്ള ബേസിക് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ എന്താണ് ബേസിക് ഡെവലപ്മെന്റ് എന്ത് ചെയ്തു, അവരവിടെ നടപ്പാക്കി. സോ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, അത്രയും കാലം ഒരു വില്ലേജ് സ്ട്രക്ചറിൽ നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി, അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് നമ്മൾ നേരത്തെ അല്ലെങ്കിൽ തുടക്കം തൊട്ട് പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്കുള്ള ബ്രിട്ടന്റെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്, ബ്രിട്ടനിൽ റോമൻ അധിനിവേശത്തോടു കൂടി നടക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. So beyond the rural Celtic village structure, the Romans built towns and constructed roads to facilitate trade by movement of goods and people. The Roman artisans and traders arriving in Britain spread the stories of Roman pagan deities and Jesus Christ, leading to the arrival of Christianity in Britain. സോ ഇവര് വന്ന ഉടനെ എന്താണ്, നമ്മുടെ ബ്രിട്ടീഷുകാരിൽ എന്തൊക്കെ സംഭവിച്ചു, അവർക്ക് നല്ല റോഡുകൾ കിട്ടി, പുതിയ ടൗൺസ് ഉണ്ടായി, ട്രാൻസ്പോർട്ടേഷൻ, ട്രേഡ് ഇതൊക്കെ വളരുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തു, റോമിൽ നിന്നും കച്ചവടത്തിന് മറ്റുമായിട്ട് വരുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യാനും കൂടെ തുടങ്ങി. നമുക്കറിയാം റോമൻ എപ്പിക്സും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഒരുപാട് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ദൈവങ്ങളുള്ള ഒരു സമൂഹമായിരുന്നു നമ്മുടെ റോമൻസ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള റോമൻ എപ്പിക്സ് അല്ലെങ്കിൽ റോമൻ കഥകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, റോമൻ ദൈവങ്ങളെയും റോമൻ രീതികളെയും ഒക്കെ ബ്രിട്ടനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ദ സ്റ്റോറീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ യേശുദേവന്റെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിന്റെ സ്റ്റോറീസ് കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, ബ്രിട്ടനിലേക്ക് എത്താൻ തുടങ്ങി. ആൻഡ് ദിസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ ജേർണി ഇൻ വിച്ച് ബ്രിട്ടൻ ബിക്കേം ദ ലീഡിംഗ് നേഷൻ ഇൻ ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആ ഒരു മതം ബ്രിട്ടനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ഫേസ് ആണ് ഇത് നമ്മുടെ റോമൻ ഒക്കുപേഷൻ ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് റോമൻ ഹിസ്റ്ററി അല്ല, ആ ഒരു ബ്രിട്ടീഷ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് എന്ത്, ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ടു ബ്രിട്ടൻ എന്ന് പറയുന്നത്. And in AD 410, the Romans withdrew their troops from Britain, and this weakened the direct links between Rome and Britain. With the Romans gone, the Britons became easy prey to the attacks of the Picts from north and the Scots from the west. അപ്പൊ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു നല്ല രീതിയിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്, ഇൻ 410 AD 410 റോമിനുള്ള ഇന്റേണലി കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ റോമിന് മറ്റു ഭാഗത്ത് നിന്നുള്ള യൂറോപ്യൻ കോണ്ടിനെന്റിൽ നിന്നുള്ള മെയിൻലാൻഡിൽ നിന്നുള്ള കോമ്പറ്റീഷൻസും പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒക്കെ കാരണം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, ആ ഒരു ഐലൻഡിലുള്ള ട്രൂപ്പിനെ പിൻവലിക്കേണ്ടതായിട്ട്
വന്നു. മെയിൻലാൻഡിൽ ഇപ്പോ ബ്രിട്ടീഷുകാർക്ക് ലോകമഹായുദ്ധം നടന്ന സമയത്ത് അവർക്ക് കുറച്ച് കോൺഫ്ലിക്റ്റ് വന്ന സമയത്ത് ഇന്ത്യയിലും മറ്റുള്ള കോളനീസിലും ഒക്കെ സ്വാതന്ത്ര്യ സമരം കൂടി ശക്തിപ്പെട്ടപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവരിവിടുത്തെ ട്രൂപ്സിനെ എല്ലാം പിൻവലിക്കുന്നത്. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ആവശ്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സ് അവർക്ക് മതിയായതുകൊണ്ടോ ഒന്നുമല്ല, അവർക്ക് സ്വന്തം കാര്യം അല്ലെങ്കിൽ അവരുടെ മദർ നേഷനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ട്രൂപ്സിനെ അവർക്ക് വേണമായിരുന്നു. അതുകൊണ്ടാണ് വിഡ്രോ ചെയ്യുന്നത്. സോ സെയിം കാര്യം തന്നെ എന്ത് ചെയ്യാണ് ഇവിടെ നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു റോമിൽ നടക്കുകയാണ്. റോമിന് ഇന്റേണലി കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു, റോമിന്റെ കോളനി ആയിട്ടുള്ള ബ്രിട്ടനിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റോം പിൻവലിയുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ട്രൂപ്സിനെ റോം പിൻവലിക്കുന്നു. സോ ഇത് എന്തിന് കാരണമായി, നമ്മുടെ ബ്രിട്ടോൺസ് എന്ന് പറയുന്ന ഒരു നേഷനാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റോമിന്റെ കടന്നുവരവോട് കൂടി ഒരു ഒരു ഡെവലപ്പിംഗ് നേഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ബ്രിട്ടൻ എന്ന് പറയുന്നത്. സോ പെട്ടെന്നൊരു ദിവസം അതിനൊരു പ്രൊട്ടക്ഷനായി നിന്നിരുന്ന റോമൻ ആർമി എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് പോവുകയാണ്. ഇത് എന്തിന് കാരണമായി, പുറത്തു നിന്നുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മറ്റ് നേഷൻസ് ബ്രിട്ടനെ ആക്രമിക്കാനായിട്ട് കാരണമായി, അല്ലെങ്കിൽ ബ്രിട്ടനെ കോൺകർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താനായിട്ട് കാരണമായി. With the Romans gone, the Britons became easy prey to the attacks of the Picts from the north and the Scots from the west. They appealed to the Jutes for help and this led to the Anglo-Saxon conquest. So ഇങ്ങനെ പുറത്തു നിന്നുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള അറ്റാക്സിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ, അവർക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശേഷിയില്ലായിരുന്നു. ഇത്രയും കാലം അവർ എന്തിലാണ് ജീവിച്ചത്, റോമിന്റെ പ്രൊട്ടക്ഷനിലാണ് ബ്രിട്ടോൺസ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ജീവിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം റോം പോയപ്പോൾ അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല, പകരം പുറത്തുനിന്ന് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായി. സോ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്തു, അവര് ജൂട്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനോട് സഹായം അഭ്യർത്ഥിച്ചു. ആൻഡ് ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ സംഭവിക്കുന്നത്. സോ ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ നമ്മുടെ റോമൻ ബ്രിട്ടനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. നമ്മുടെ ബ്രിട്ടീഷ് ഹിസ്റ്ററി നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹിസ്റ്ററി തന്നെ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. എക്സാമിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്റേ ക്വസ്റ്റ്യൻ ആയിട്ട് പോലും ചോദിക്കാവുന്ന ഒരു പോർഷൻ ആണ് ഇത് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് എന്ന് പറയുന്നത്.